നീ വന്നോ? പിന്നെ നീ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? എന്തുവായി ആ സാമുവൽ ജോണായിട്ടുള്ള ഡീലിങ്സ്? ഓ, അതിനി നടക്കുമെന്ന് തോന്നില്ല. എന്തു പറ്റി? അയാളെ റൈറ്റ് ഹാൻഡറിനെ കൊല്ലേണ്ടി വന്നു. എന്തിനു ചേക്കേ? കഴിഞ്ഞ പ്രാവശ്യം ഇമ്പോർട്ട് ചെയ്ത ട്രക്സിൻ്റെ പകുതിയും ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു. അപ്പോഴേ തീർക്കേണ്ടതായിരുന്നു. ഇപ്രാവശ്യം അത് തന്നെ കാണിച്ചത്. പിന്നെ എന്ത് ചെയ്യാനൊക്കെ? ഈ ജേക്കയുടെ മുമ്പിൽ ചതിക്കൊരു പണിഷ്മെൻറ്റേ ഉള്ളൂ, അത് മരണം. അയ്യോ, നിന്നെ എന്തോ ചെയ്യാനാ ജേക്കേ? ഞാൻ ഇത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കണമെന്ന്. അയാളുമായിട്ടുള്ള ഡീലിങ്സ് തെറ്റി. ഇനി നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെ സ്റ്റോക്ക് എത്തും? അയാൾ പോകുന്നെങ്കിൽ പോട്ട്, സ്റ്റോക്കിൻ്റെ കാര്യമല്ലേ, അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നമ്മുടെ മാർക്കറ്റിൽ സ്റ്റോക്ക് വന്നിരിക്കും. ദേ, നിന്റെ പയ്യൻ വരുന്നു. ജെമീൻ, വാടയ്ക്ക്. ഓ, ഞാനൊന്നും പറയുന്നില്ല, നടക്കട്ടെ നടക്കട്ടെ. ജെമീൻ, അവൻ എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ നോക്കുന്നത്? പ്രണയം? എന്തോന്ന് പ്രണയം? നീ അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. അവൻ്റെ കണ്ണ് പറയുന്നുണ്ട് അവന് നിന്നെ ഇഷ്ടമാണെന്ന്. പ്രണയം മണ്ണാങ്കട്ട. സത്യം പറ ജെക്കെ, നീ ആ പയ്യനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഡെയിലി ഈ ബാറിലേക്ക് തന്നെ വരുന്നത്? ജെമീൻ, അടങ്ങിയിരി. നിന്റെ ആള് നിന്നെ തന്നെ നോക്കുന്നുണ്ടടാ. ഓ, അതിപ്പോൾ നീ എൻ്റെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് കണ്ണ് കണ്ടൂടി. എൻ്റെ ക്രഷിനെ നോക്കി, ആളെ കാണാൻ എന്തൊരു ഹാൻഡ്സം ആണെന്ന്. അയ്യോ, നിനക്കിവിടെ നിന്ന് നിന്റെ ആളെ കണ്ട് വെള്ളം ഇറക്കാനേ പറ്റത്തുള്ളൂ. നീ എന്താടാ കുറിച്ചൊന്നും സംസാരിക്കരുത്? ഇല്ലടാ, എനിക്ക് പേടിയാടാ. അയാളെ നോക്കി, അയാൾ എന്നെ നോക്കിയൊന്ന് ചിരിക്കത്ത് പോലും ഇല്ലടാ. എപ്പം നോക്കിയാലും മോന്തിയും വെറിച്ചുകൊണ്ടിരിക്കും. അതെ, എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അയാൾ ഏതോ മാഫിയ ഗ്യാങ്ങിൽ പെടുന്ന ആളാണെന്ന്. ഷേ, ഉണ്ടായിരിക്കും യോങ്കി, അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. അല്ലതേ, നീ അയാളുടെ ഡ്രസ്സിംഗ് സെൻസ് ഒന്ന് നോക്കി, അതെല്ലാം മാഫിയ ലുക്ക് പോലെ ഇല്ലേ? ഷേ, മിണ്ടാരിയടാ, അയാളൊരു മാഫിയ ഒന്നായിരിക്കത്തില്ല. ഒരു ബിസിനസ് മാനും അങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ടൂടെ? അങ്ങനെ ആണെങ്കിൽ നിനക്ക് കൊള്ളാം. മതിയുടെ കുടിച്ചത്, വാ വീട്ടിലേക്ക് പോവാം. നീ വെക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നീ നോക്കി, എൻ്റെ ആളിപ്പോഴും അവിടെ തന്നെ ഇരിക്കുക. എന്നാൽ പിന്നെ ഓക്കെ, ഞാൻ പോവാം. നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. അധികം നേരമൊന്നും ഇവിടെ ഇരിക്കണ്ട. നിനക്ക് അയാളെ അറിയത്തൊന്നുമില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ, നീ പിക്കോ. ജെമീൻ, ഞാൻ അവൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വരാം. ചെല്ല് പെട്ടെന്ന് തന്നെ വന്നോട്ടാ. വരാടാ. ഹലോ, എക്സ്ക്യൂസ് മീ. നിങ്ങളോ? അതെ. ആർ യു ഇൻട്രസ്റ്റ് മീ? എന്തോന്ന്? യു വാണ്ട് സ്ലീപ്പ് വിത്ത് മീ? വാട്ട് യു മീൻ? അയ്യോ, തല ഇറങ്ങുന്ന പോലെ ഉണ്ടല്ലോ. തലയും വേദനിക്കുന്ന. ഇതേതാ സ്ഥലം? അയ്യോ, എൻ്റെ കൃഷി, ഇയാളെന്താ എൻ്റെ അടുത്ത് വന്ന് നടക്കുന്നത്?
അയ്യോ ഇന്നലെ നൈറ്റ്. അയ്യോ ഇയാളിപ്പോൾ എന്തോ വിചാരിച്ചാണ് എന്നെ പറ്റിയിട്ട്. ഇനി ഇവിടെ നിൽക്കുന്ന അധികം ബുദ്ധിയല്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാ ബുദ്ധി. നന്നായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ ഇതവിടെ പോയി. ഷേ ഡാമിറ്റ്, പേര് പോലും ചോദിക്കാൻ പറ്റിയില്ലല്ലോ. ഹലോ പീറ്റർ. പറ ബോസ്. ആ ബോസ്, ഞാൻ പറഞ്ഞ കാര്യം എന്തേ? ആ പയ്യനെ പറ്റി തിരക്കിയോ? ആ ബോസ്, ആ ബാറിലെ CCTV ക്യാമറ എല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞ. ജിയാനോടെ കേസ് എന്തായി? ആ ബാസ്റ്ററിനെ കണ്ടുപിടിച്ചോ? ഇല്ല സാർ. വൈ? സാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദെൻ വൈ യു കാൻ ക്യാച്ച് ഹിം? 1 ഇയർ ആയിട്ട് നിങ്ങൾ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരാഴ്ച കൂടി ടൈം തരും. അതിനുള്ളിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ എല്ലാവരും മരിക്കാൻ തയ്യാറായിക്കോ. ബോസ്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ പോരാ, കണ്ടുപിടിച്ചിരിക്കണം. അല്ലെങ്കിൽ അറിയാലോ എന്നെ. ബോസ് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇന്നലെ നൈറ്റ് ആ പയ്യനോട് സംസാരിക്കാൻ പോയിട്ട് ഇപ്പോഴാണോ സംസാരിച്ച് തീർന്നത്? അതിനാര് സംസാരിച്ച്? നീ സംസാരിക്കാനാണെന്നും പറഞ്ഞല്ലേ അവിടുന്ന് പോയത്? പിന്നെ നിന്റെ പൊടി പോലും കണ്ടില്ലായിരുന്നല്ല, സംസാരിക്കാനല്ലേ പോയത്? ഞാനും സംസാരിക്കണമെന്ന് കരുതി തന്നെ അവിടേക്ക് പോയത്. ബട്ട് എന്നിട്ട് എന്തു പറ്റിയടാ? ആ പയ്യൻ എന്തെങ്കിലും പ്രോബ്ലം വല്ലതും ഉണ്ടാക്കിയോ? ഏയ് അതൊന്നുമില്ലടാ. പിന്നെ എന്തു പറ്റിയടാ? അത് പിന്നെ ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒരു മേക്കൗട്ട്. എന്തോന്ന് ജസ്റ്റ് ഒരു മേക്കൗട്ടാ? അതടാ, എന്താണെന്നറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് കരുതി തന്നെയാണ് അടുത്തേക്ക് എന്നത്. ബട്ട് അവൻ്റെ അടുത്ത് വന്നപ്പോഴേ എന്തോ എനിക്ക് അവനെ വേണമെന്ന് തോന്നി. ആഹാ, എന്നിട്ടെന്താ? രാവിലെ അവനൊന്നും പറയാതെ പോയി. സ്വാഭാവികം. ഐ നീഡ് ഹിം. എന്തോന്ന്? ഐ നീഡ് ഹിം. പിന്നെ കടയിലിരിക്കുന്ന മിഠായി അല്ലേ നീ വേണമെന്ന് പറയുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് തരാൻ? ലോകം പറപ്പിക്കുന്ന മാഫിയ കിങ് JK. മോനെ, നിനക്കിത് എന്താ പറ്റിയത്? ഇനി ആ പയ്യൻ്റെ അടുത്ത് വല്ല ഫീലിങ്സ് വല്ലതും സ്റ്റാർട്ടായോ? ഫീലിങ്സ് മണ്ണാൻ കേട്ടാ. ഐ നീഡ് ഹിം ആൻഡ് ഐ വാണ്ട് ഹിസ് ബോഡി. എന്തോന്ന്? നിന്റെ മനസ്സ് കീഴടക്കാൻ മാത്രം അവൻ അത്രയ്ക്ക് ഹൈ ലെവലാണോടാ? അതൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ എത്ര പെയിൻ കൊടുത്താലും അവനത് താങ്ങും. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തോ എന്നെ കംഫർട്ട് ചെയ്യാൻ അവനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊരു ഫീലിംഗ്. ഓക്കെ, എന്നാൽ പിന്നെ അവന് താമസിക്കുന്ന സ്ഥലവും അവൻ്റെ പേരെന്തെങ്കിലും അറിയും? അറിയില്ല. കൊള്ളാം, പേര് ഒരു അറിയാത്തന്നെ എവിടെ പോയി ചെന്ന് കണ്ടുപിടിക്കാനാടാ? അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവനെന്തായാലും ഈവനിങ് ബാറിലേക്ക് തന്നെ വരുമല്ലോ, അപ്പം നോക്കാം. ബോസ്, പറ. ആ പയ്യനെ കണ്ടുപിടിച്ചു. ഇവിടെ അടുത്തുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്.